അഞ്ജന, ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുള്ള ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു അറസ്റ്റിനെ പറ്റി അറിഞ്ഞിരുന്നോ? അതായത് ഒരു ബലാത്സംഗ കേസിൽ ഒരു പ്രതിഷേധിച്ച ഒരു വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തെക്കുറിച്ചാണ് ഞാൻ മെൻഷൻ ചെയ്തത്. അത് കേസെന്ന് പറഞ്ഞാൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിലൊരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായ സംഭവമാണ്. ഈ ഇന്ത്യയിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ലേ നമുക്ക്? ഉറപ്പായിട്ടും പ്രതിഷേധിക്കാനാണല്ലോ ഇവിടെ എല്ലാവരും ഉള്ളത്. കാരണം തെറ്റേണ്ട നമ്മൾ പ്രതിഷേധിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അങ്ങനെ നമുക്ക് നീതി കിട്ടത്തുള്ളൂ. അതാണ് ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചിലർ തങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതിഷേധം നടത്തുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷേ ചേച്ചി പറഞ്ഞത് കണക്ക് ഈ അണ്ണാ സർവകലാശാലയിൽ ഡിസംബർ 25, അതായത് ക്രിസ്മസ് ദിനത്തിലാണ് ഈ പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്നത്. ഈ പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട സംഭവത്തിൽ തമിഴ്നാട് വ്യാപകമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. കാരണം നമ്മൾ ഇതേപോലെ തന്നെ കൊൽക്കത്ത ആർജിക്കർ ബലാത്സംഗ കേസിലും കണ്ടായിരുന്നു. ആർജിക്കർ ബലാത്സംഗ കേസിൽ അവിടെ ഒരു മെഡിക്കൽ സ്റ്റാഫാണ് ആ ഒരു കേസിൽ അറസ്റ്റിലായത്. അപ്പോൾ അവിടെ മമതാ ബാനർജി സർക്കാർ മൗനം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ മൗനം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ അണ്ണാ സർവകലാശാല കേസ് തമിഴ്നാടിനെ പിടിച്ചു കുലുക്കാൻ വേണ്ടി എത്തിയത്. കാരണം ഇതിൽ അറസ്റ്റിലായത് DMK പ്രവർത്തകനാണ്, ഉദയനിധിയുടെ സുഹൃത്താണ്. അതാണ് പ്രത്യേകമായി നമ്മൾ എടുത്തു നോക്കേണ്ടത്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി അദ്ദേഹവുമായി നിൽക്കുന്ന ഒരു ചിത്രം അത് തമിഴ്നാട് അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയാണ് പുറത്തുവിട്ടത്. അതിലൂടെ തന്നെ വ്യക്തമാണ് ആ DMK പ്രവർത്തകനെ ഊരിയെടുക്കാൻ എന്തായാലും DMK സർക്കാർ ശ്രമിക്കും. കാരണം ഇത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് DMKയിലെ ശക്തനായ നേതാവും അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സ്റ്റാലിൻ മൗനം വെടിയാതെ തന്നെ ഇരിക്കുന്നത്. കാരണം അദ്ദേഹം ഇതുവരെയായിട്ടും ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഈ പെൺകുട്ടി ഇത്രയും ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു. പിന്നീട് സ്റ്റാലിൻ്റെ പോലീസുകാർ ഈ പെൺകുട്ടിക്ക് ബലാത്സംഗത്തിന് മേൽ മാനസികമായ ഒരു ആഘാതമുണ്ടാക്കി. പെൺകുട്ടിയുടെ പേര് വിവരങ്ങളും കുടുംബ വിവരങ്ങളും എല്ലാം FIR വരെ പുറത്തുവിട്ടു. ഇതൊക്കെ ഒരു നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. കാരണം ഒരു ഇരയുടെ പേരെന്ന് പറയുന്നത് ആ ഇരയുടെ പേര് ഒരിക്കലും നമ്മൾ പുറത്തുവിടാൻ പാടില്ല. അതാണ് നിയമം അനുശാസിക്കുന്നത്. ഇതൊന്നും പോലീസിന് അറിയില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ പോലീസിന് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ പ്രതിഷേധിക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങുന്നത്, നേതാക്കൾ ഇറങ്ങുന്നത്. തമിഴ്നാടിൻ്റെ കാര്യം പറഞ്ഞാൽ തമിഴ്നാട് DMK എന്ന് പറയുന്ന ഒരു വമ്പൻ മരമാണ്. DMKയെ താഴെ ഇറക്കാൻ നമ്മൾ പല അടവുകളും എടുക്കണം. കാരണം DMK നേരത്തെ എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ നല്ലൊരു സർക്കാർ തന്നെയായിരുന്നു. കാരണം സ്റ്റാലിൻ്റെ കീഴിലുള്ളത്. പക്ഷേ ഇപ്പോൾ സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണ് സ്റ്റാലിൻ കൊണ്ടുപോകുന്നത്. കാരണം ഈ ഒരു പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയപ്പെട്ട സംഭവം തന്നെ നോക്കിയാൽ മതി. ഇതുവരെയായിട്ടും അദ്ദേഹം അല്ലെങ്കിൽ പോലീസിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പോലീസിനെ ഒന്ന് വിമർശിക്കുക പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും മൗനമായി തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ എനിക്കൊരു രസകരമായ കാര്യം ചൂണ്ടിക്കാട്ടാനുള്ളത്, നമ്മുടെ ഈ BJP മഹിളാ മോർച്ച അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിന് നേതൃത്വം നൽകിയത് തമിഴ്നാട്ടുകാരുടെ ഉയിരിൻ്റെ ഉയിരായ ഖുഷ്ബുവാണ്. അവർക്ക് അവിടെ അമ്പലം വരെയുള്ള ഒരു നടിയാണ്. അത്രയും ആരാധകരുള്ളൊരു നടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു പോലീസിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അവർ പ്രതിഷേധിച്ചത്. അവരുടെ നാട്ടിലുള്ളൊരു പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രതിഷേധിച്ചത്. ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഇടയ്ക്ക് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് അവരെന്താണ് ചെയ്തത്? ഇവർ ഖുഷ്ബുവിനെ അറസ്റ്റ് ചെയ്തൊരു വൃത്തിഹീനമായ സ്ഥലത്ത് കൊണ്ടേ പാർപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഇവർക്കറിയാം ഖുഷ്ബു ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഖുഷ്ബു എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആക്ട്രസ് ആണ്. കാരണം ഖുഷ്ബു ഇല്ലാത്ത ഒരു പരിപാടിയുമില്ല. കാരണം ഖുഷ്ബു ഒരു സത്യസന്ധയായ ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയാൽ ഉറപ്പായിട്ടും സ്റ്റാലിനെതിരെ അല്ലെങ്കിൽ DMK സർക്കാരിനെതിരെ ജനങ്ങൾ ഇറങ്ങുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഖുഷ്ബുവിന് ഉൾപ്പെടെയുള്ള വനിതാ പ്രവർത്തകരെ ഒരു വൃത്തിഹീനമായ സ്ഥലത്ത് DMK സർക്കാർ പാർപ്പിച്ചത്. എത്രത്തോളം ഒരു നികൃഷ്ടമായ നീക്കമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കണം. കാരണം ഒരു പെൺകുട്ടിയുടെ അവകാശത്തിന് വേണ്ടിയിട്ടും ആ കുട്ടിക്ക് നീതി കിട്ടണം എന്ന് ശക്തമായി അല്ലെങ്കിൽ നീതി കിട്ടണമെന്ന് ശക്തമായി ഉറപ്പിച്ചുകൊണ്ടുമാണ് അവരൊരു പ്രതിഷേധത്തിന് ഇറങ്ങിയത്. ആ പ്രതിഷേധമാണ് എങ്ങും എത്തരുത് എന്ന ഒരു ഗൂഢതന്ത്രത്തിലൂടെ ഖുഷ്ബുവിന് ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ ഇവർ
ഇവർ അറസ്റ്റ് ചെയ്ത് നീക്കി ഒരു വൃത്തിഹീനമായ സ്ഥലത്ത് കൊണ്ട് താമസിപ്പിച്ചത്. നമ്മൾ നേരത്തെ നോക്കിയാൽ ഇത് തന്നെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു തമിഴ്നാട്ടിലൊരു പ്രതിപക്ഷ പാർട്ടിയില്ല, കാരണം എപ്പോഴും അവിടെ ഭരണം പിടിച്ചെടുക്കുന്ന DMK തന്നെയാണ്. DMK ഞാൻ പറഞ്ഞല്ലോ ഒരു ശക്തനായ മരം കണക്കാണ് DMK അവിടെ നിൽക്കുന്നത്. അപ്പോൾ DMKക്ക് അവിടെ ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ DMK എന്ന് പറയുന്ന ഒരു DMK വിമർശിക്കാനോ DMK ചോദ്യം ചെയ്യാനോ അവിടെ ഒരു പ്രതിപക്ഷ പാർട്ടിയില്ല. അത് തന്നെയാണ് DMKയുടെ വിജയം. കാരണം ഈ ഒരു സംഭവത്തിലൂടെ BJP അവിടെ വളർന്നു വരുന്നുണ്ട്. കാരണം അണ്ണാമലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹം ഈ പെൺകുട്ടിക്ക് വേണ്ടി അദ്ദേഹം നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാലിൽ ചെരുപ്പിടില്ല, അദ്ദേഹം 6 തവണ തൻ്റെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് അടിച്ച വീഡിയോയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി അവിടെ വളർന്നു വരുന്നുണ്ടല്ലോ. ആ പാർട്ടി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും ജനങ്ങൾ ആ പാർട്ടിക്ക് പിന്തുണയായിട്ട് തന്നെ നിൽക്കും. കാരണം ഈ പെൺകുട്ടി മരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം ഈ പെൺകുട്ടി കൊല്ലാക്കൊലയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. കാരണം ഈ ഒരു പെൺകുട്ടിയുടെ പേര് തന്നെ പുറത്തു വിടുന്നു. അതും ഒരു ക്രൂരമായ ബലാത്സംഗത്തിനിരയായത് ഇതിന് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പെൺകുട്ടിക്ക് നീതി വേണമെന്ന് പ്രതിഷേധിച്ച സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ ഒരു വൃത്തിഹീനമായ സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇതിലെന്ത് ജനാധിപത്യ വിരുദ്ധതയാണുള്ളത്? അവർ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു എന്നാണ് അവർ ആരോപിച്ചത്. ഇതിലെന്ത് പ്രതിഷേധം, എന്ത് ജനാധിപത്യ വിരുദ്ധതയാണ് അതിനകത്തുള്ളത്? സർക്കാർ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുന്ന എല്ലാവരും ഒരു ജനാധിപത്യ വിരുദ്ധരാണ്, അല്ലെങ്കിൽ സർക്കാരിനെതിരെ അവർ സംസാരിക്കുകയാണെന്ന് എപ്പോഴും എല്ലാവരും അക്കമിട്ട് നിരത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കി നമ്മൾ രാവിലെ ചർച്ച ചെയ്തായിരുന്നു പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ആ ക്രിമിനലുകളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ട് അഭിവാദ്യം അർപ്പിക്കാൻ ഒരു മുതിർന്ന നേതാവ്, അതുപോലെ തന്നെ പ്രവർത്തകർ, പിന്നെ അവർക്ക് വായിച്ച് പഠിക്കാൻ ഒരു പുസ്തകം നൽകി. ഇദ്ദേഹം ഈ സെൻട്രൽ ജയിലിൻ്റെ അകത്തേക്കാണ് കയറിപ്പോയത്. അങ്ങനെ ഒരു നേതാവിന് സെൻട്രൽ ജയിലിൻ്റെ അകത്തേക്ക് കയറാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്. അതുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ളൊരു അഹംഭാവമാണ്, അല്ലെങ്കിൽ ഒരു ഹുങ്കാണ് അവിടെ. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും ഈ നടക്കുന്നത്. കാരണം DMKക്ക് എതിരെയാണ് അവർ ശബ്ദമുയർത്തിയിരിക്കുന്നത്. എന്തായാലും ശബ്ദമുയർത്തിയവരെ DMK പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ടല്ല ഇത്രയും ജനാധിപത്യ വിരുദ്ധരാണെന്ന് അവരെ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കുക, ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതിൽ പ്രതിഷേധിക്കുന്നതിൽ എന്താണ് തെറ്റ്? നമ്മളായാലും പ്രതിഷേധിക്കില്ലേ? ഞാനായാലും ഉറപ്പാനും പ്രതിഷേധിക്കും. കാരണം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വരെ ഇട്ടിരിക്കുന്നു, ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുക തന്നെ വേണം. അത് ഈ അറസ്റ്റിലായത് DMK പ്രവർത്തകനാണെങ്കിലും മറ്റ് ബലാത്സംഗ കേസുകളിൽ പ്രതിയാണെങ്കിലും അയാൾക്ക് കടുത്ത ശിക്ഷ തന്നെ വേണം. ഒരു പ്രവർത്തകനാണ്, അല്ലെങ്കിൽ അയാൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ അയാൾ സമൂഹത്തിൽ വലിയ നിലയിൽ ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെൺകുട്ടിയെ തൊട്ടാലോ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചാലോ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയാലോ അയാൾക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. ആ ശിക്ഷയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഒരിക്കലും ഒരു ജനാധിപത്യ വിരുദ്ധരാണെന്നോ അല്ലെങ്കിൽ അവരെ ഒരു സൈഡിലേക്ക് അടിച്ചമർത്താനോ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അണ്ണാ സർവകലാശാല ക്യാമ്പസിനുള്ള ഈ വിദ്യാർത്ഥിനി പീഡിപ്പിക്കേണ്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച നേതാക്കൾ ഗവർണറായിട്ടുള്ള RN രവിക്ക് നിവേദനം നൽകിയത്. നമുക്കറിയാം ഇവിടെ പോലെ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും നമ്മുടെ പിണറായി സർക്കാരും തമ്മിൽ എങ്ങനെയായിരുന്നു വാക്പോര് നടന്നിരുന്നത്. വാക്പോര് അങ്ങേയറ്റം രൂക്ഷമായ സാഹചര്യമായിരുന്നു. അദ്ദേഹം ഈ ഇടയ്ക്ക് ഇവിടുന്ന് ഗവർണറായി മാറിപ്പോകുന്ന സമയത്ത് പോലും പിണറായി വിജയനെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൺഗ്രാജുലേഷൻസ് നേടാൻ പോലും എത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാണ് തമിഴ്നാട്ടിലും നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഗവർണർക്ക് ഈ മഹിളാ മോർച്ച സംഘം പരാതി നൽകിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഗവർണർ ഇതിലൊരു നടപടി സ്വീകരിക്കും. കാരണം DMK പോലെ ഒരു ഭരണവിരുദ്ധത അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം കൊണ്ടുപോകുന്ന ഒരു ആളല്ല ഗവർണർ എന്ന് പറയുന്നത്. പിന്നീട് പ്രതിഷേധിക്കുന്നവരെ സൈഡിലേക്ക് ഒതുക്കി അടിച്ചമർത്തുന്ന ആളുമല്ല ഗവർണർ. അപ്പോൾ ഉറപ്പായിട്ടും ഗവർണർ ഇരയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മാക്സിമം ചെയ്യുമെന്ന് ഉറപ്പാണ്. ഇതിലൊരു CBI അന്വേഷണം വരണം. ഈ CBI അന്വേഷണം വന്നാൽ മാത്രമേ ഇതിൽ ഏതൊക്കെ പ്രതികളാണെങ്കിൽ ഒരു പ്രതി മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ 2-3 പ്രതികൾ നമുക്കറിയില്ല. ഒരു DMK പ്രവർത്തകനല്ല, കുറേ DMK പ്രവർത്തകന്മാർ ഇതിൽ അറസ്റ്റിലായേക്കാം. അപ്പോൾ എന്തായാലും CBI അന്വേഷണം വേണം. CBI അന്വേഷിച്ചാൽ മാത്രമേ എല്ലാ കേസും തെളിയൂ എന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പോൾ എല്ലാ കേസുകളിലും മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് നീതി ലഭിക്കണം, CBI അന്വേഷണം വരണം. ഖുഷ്ബു ഉൾപ്പെടെയുള്ളവരുടെ DMKയും DMKയുടെ ഈ ആഭ്യന്തരവും കാണിച്ചതിന് ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം.